വികൃതി നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ സൂപ്പർ ഹിറ്റാണോ എന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റൊന്നുമല്ല. അങ്ങനെ വന്ന ഒരു നായിക നടിയാണ്. അപ്പോൾ ആ നടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് പലരും, നമുക്കറിയാലോ, ആക്ഷേപങ്ങൾ, എന്തെല്ലാം പറയാൻ പറ്റുന്നൊക്കെ അതൊക്കെ കേട്ടു. ചിലർ ചോദിച്ചു, നീ എന്താ പേര് പറയാത്തത്? അല്ല, പേര് പറയേണ്ടതല്ലേ? പേര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമുണ്ട്. ചില കാര്യങ്ങളിൽ പേര് പറയാറില്ല. അത് അന്വേഷണത്തെ വഴിമുട്ടിയേക്കാതെന്ന് പല തെറ്റിദ്ധരിപ്പിക്കും ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സൈസ് വകുപ്പ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ലഹരിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിച്ച നടനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ മൊഴിയെടുക്കും കൃത്യമായിട്ട് ഏത് നടനാണെന്നുള്ള പേര് പറയേണ്ടി വരും. അമ്മ സംഘടനയിലും ഇതിൻ്റെ കേസ് എടുക്കാൻ പോകുന്നു. ഇപ്പോൾ കുറച്ച് സജീവമായി വാർത്തകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് സടകുടഞ്ഞെണീക്കുക. എല്ലാവർക്കും അറിയാം, ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഈ വിവാദമാകുമ്പോഴാണ് ഇനി ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇവരൊക്കെ അന്വേഷിച്ചാലും യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ, യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ പോലും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും കൊടുത്തിരിക്കുന്ന ആലോചിക്കും നമ്മളൊക്കെ. അപ്പോൾ മിക്ക വാർത്തകളിൽ സ്ഥാനം പിടിച്ച് വാർത്തയുണ്ടായിക്കഴിഞ്ഞാൽ അതിലത്തെ സംഭവങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാറില്ല, നമ്മൾ അറിയിക്കാറില്ല. അതിങ്ങനെ പറയും വേറെ സംഭവം. അങ്ങനെ ഒന്നിന് പുറകെ ഒരു കല്ല് വെച്ച് അടുത്ത കല്ലിങ്ങനെ വരുമ്പോൾ പഴയതൊക്കെ നമ്മൾ മറന്നു പോകുന്നു, പഴയതൊക്കെ പല രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്.